ബാക്ക് ടു അവർ ചാനൽ ആവണ സ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു യാത്രയിൽ അടപ്പം നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെവിടെ എത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരത്തിൽ കൂടെ പോവുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ആവണിക്കുട്ടി നോക്കി ഇവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഐസ്ക്രീം കഴിഞ്ഞോ? അത് ഉടുപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ തുടക്കട്ടെ. ഇതെന്താ ഐസ്ക്രീമാ? ഏത് ഫ്ലേവറാണ് വാപ്പ വാങ്ങി? സ്ട്രോബെറി. ഞങ്ങളൊക്കെ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ ആവണിക്കുട്ടിയുടെ ഐസ്ക്രീം കഴിക്കൽ കഴിഞ്ഞില്ല, പെട്ടെന്ന് കഴിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ കഴിക്കും കേട്ടോ. ഐസ്ക്രീമിൻ്റെ അറ്റത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് നോക്കി അതിനെ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞൊരു ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാലും അധികം ഒന്നും ഇങ്ങനെ ദേഹത്ത് കൂടെ നാക്കാതെ കഴിച്ചിട്ടുണ്ട് നമ്മുടെ ഷൊട്ടുമണി. ഇല്ല വാവേ, നമ്മളിപ്പോൾ എങ്ങനെ പോണേ പറഞ്ഞോടുത്തേ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോഴേ ഒരു യാത്രയിലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. നമുക്കൊരു എക്സാം ഉണ്ട് കേട്ടോ, PSC എക്സാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു വ്ളോഗ് ചിലപ്പോൾ വരുന്നത് നമ്മൾ ചിലപ്പോൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഈ ഒരു വ്ളോഗ് കാണുന്നുണ്ടാകും. എന്നാലും മാക്സിമം സ്പീഡായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിടാനൊക്കെ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചുരത്തിലൊക്കെ നല്ലൊരു കൂളിംഗ് ഉണ്ട് കേട്ടോ. വെയിലുണ്ടെങ്കിൽ പോയി ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു തണുപ്പും കൂളിംഗൊക്കെ ആയിട്ട് ഇത് കൂടെ പോയി പ്രത്യേക രസമാണ്. എന്തായാലും കോടയൊന്നും ഇല്ല കേട്ടോ, ഉച്ചയ്ക്ക് ആയതുകൊണ്ടാവണം. കോടയൊന്നും അങ്ങനെ ഇല്ല. കഴിഞ്ഞോ? നമ്മുടെ ആവണിക്കുട്ടി ഇതാ ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവളുടെ കൈ ഒന്ന് തുടച്ചു കൊടുക്കട്ടെ. എന്തായാലും നമ്മുടെ ആവണിക്കുട്ടി ഇതാ കൈയൊക്കെ തുടച്ചിട്ട് സുന്ദരി മിടിക്ക് വാവയായിട്ടിതാ നമ്മൾ കാഴ്ച കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ റോഡ് എന്ന് പറഞ്ഞാൽ നല്ല കുണ്ടും കുഴിയും കട്ടറായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഷെയ്ക്ക് ആവുന്നുണ്ടാവും. അപ്പം എന്തായാലും അതൊക്കെ നമ്മുടെ കൂട്ടുകാർ അഡ്ജസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ റോഡിന്റെ അവസ്ഥ അതാണ്. നമ്മൾ ഈ ഒരു ചുരത്തിലൂടെയുള്ള യാത്ര തുടങ്ങിയിട്ട് കുറച്ച് ടൈം ആയിട്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചുരത്തിൻ്റെ ഒരു ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ആയിട്ടൊരു ചെക്ക് പോസ്റ്റ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അത് നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. അതേപോലെ തന്നെ നമുക്ക് മുക്കാല് കഴിഞ്ഞതും ഒരു ചെക്ക് പോസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. അത് തണ്ടർബോൾട്ട് ചെക്ക് പോസ്റ്റ് ആട്ടോ. അങ്ങനെ മൊത്തം 2 ചെക്ക് പോസ്റ്റാണ് നമ്മൾ ഈ ഒരു ചുരത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്നത്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത വെയിൽ തന്നെയാണ് ഇപ്പോഴും. നമ്മുടെ ആവണിക്കുട്ടി സാധാരണ ചുരമൊക്കെ ഇറങ്ങുന്ന ടൈമിൻ്റെ ഇടയ്ക്കൊക്കെ ഉറങ്ങാറാണ്. പക്ഷെ ഇന്ന് എന്തായാലും ഉറങ്ങാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾക്ക് ഉൾപ്പെടുന്ന കുഞ്ഞു വ്ളോഗാട്ടോ. എന്തായാലും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ കുറേ കാഴ്ചകളൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്നതിന് നമ്മളെന്തായാലും വ്ളോഗിൽ ഉൾപ്പെടുത്താം. ഇത്രയും നേരം ഉറങ്ങാതിരുന്നോണ്ട് നമ്മുടെ ആവണിക്കുട്ടിക്ക് ചെറിയ രീതിയിൽ ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കടഞ്ഞു പോകുന്നുണ്ട്. കുണ്ടും കുഴിയും കാരണം നിനക്കൊന്ന് ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല ആവണിക്കുട്ടി. ഒന്ന് കണ്ണടയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഏതെങ്കിലുമൊക്കെ കട്ടറുകളായിരിക്കും കേട്ടോ. മൊത്തം കട്ടറാണ്. നമുക്ക് കട്ടർ ഒഴിഞ്ഞിങ്ങനെ പോകാൻ വേണ്ടി ഒരു ഗ്യാപ്പ് കുറവാണ്. ഇനി കുറച്ച് ദൂരം നല്ല കട്ടറുള്ള വഴി തന്നെയാണ്. എന്താ പറയണേ? വഴി എന്ന് പറയുമ്പോൾ നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് പാലക്കാടിലേക്ക് ആണെങ്കിലും അതേപോലെ തന്നെ പാലക്കാട് നേരെ അട്ടപ്പാടിലേക്ക് കയറുന്നവർക്കൊക്കെ ആണെങ്കിലും പോകാൻ പറ്റിയൊരു എളുപ്പ വഴിയാട്ടോ ഇത്. അപ്പോൾ ആ ഒരു വഴിക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആനമുളിൽ നേരെ താഴേക്കാട്ടോ ഈ ഒരു വഴി വരുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടികൾ ചുരം ഇറങ്ങിയിട്ടും ചുരം കയറാനൊക്കെ ഒത്തിരി പോകുന്നുണ്ട് തന്നെ ഈ വഴിക്ക്. വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ അത് രാവിലെയൊക്കെ വന്നാൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരിക്കും. അപ്പോൾ പാലക്കാട് നേരെ അട്ടപ്പാടിയിലേക്കാണെന്നുണ്ടെങ്കിൽ പാലക്കാട് നിന്ന് ആദ്യം ചെറുക്കപ്പാടി വന്ന് ചെറുക്കപ്പാടി നിന്ന് റൈറ്റ് തിരിഞ്ഞ് കാഞ്ഞിരെത്തും. അപ്പോൾ കാഞ്ഞിരത്തി നേരെ ഈ ഒരു വഴിക്ക് വെച്ച് പിടിച്ചാൽ മതി. നമുക്ക് മണ്ണാർക്കാട് ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയവും ലാഭമാണ്. നമ്മളിപ്പോൾ പാലക്കാടിലൊക്കെ പോവുകയാണെങ്കിൽ ഈ റൂട്ടിൽ കൂടെ കേട്ടോ കൂടുതലും പോകാറുള്ളത്. വഴിയോരത്ത് നോക്കി നല്ല അടിപൊളിയായിട്ട് നെൽപ്പാടങ്ങളുണ്ട് കേട്ടോ 2 സൈഡിലായിട്ടും. ഈ ഒരു ഭാഗത്ത് കൂടെ വരുമ്പോൾ അത് നേരതാ കാഞ്ഞിരത്തേക്ക് എത്തിയിരിക്കുകയാണ്. നാളെയാണ് കേട്ടോ എക്സാം. നാളെ 7 മണിക്കാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. രാവിലെ 7 മണി തൊട്ട് 8:50 വരെയാണ്. അപ്പം നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത് ഏത് എക്സാം എന്നല്ലേ? ലൈഫ്സ്റ്റോക്ക് ഇൻസ്പെക്ടറിൻ്റെ എക്സാം ആട്ടോ ഇപ്പോൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ ഈ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മിക്കവാറും ഇത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും എക്സാം എഴുതിയിട്ടുള്ള കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഉറക്കം പോയോ വാവേ? ആളുടെ ഉറക്കമൊക്കെ പോയിട്ട് ആള് വീണ്ടും ഉഷാറായിട്ടുണ്ട്. എൻ്റെ പൊന്നു ഒരു ഹായ് കൊടുക്കുമോ? ഗൈസിന് ഒരു ഹായ് കൊടുത്തേ. ഹായ് ഹായ് പറഞ്ഞേ. ഹായ് ഇല്ല. നമ്മള് തുപ്പനാട് പാലം എത്തിയിട്ടോ. നമ്മൾ ആവണിക്കുട്ടി തന്നെ നല്ല ഉറക്കമായിട്ടുണ്ടേ. ഉറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. എന്തായാലും അവൾ കിടന്ന് ഉറങ്ങട്ടെ. അങ്ങനെ നമ്മുടെ ആവണിക്കുട്ടി നീച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് നമ്മളിതാ പാലക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആവണിക്കുട്ടി നീച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടോ. കുറേ നേരം ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വെയിലിൻ്റെ ഒരു കുത്തുന്നൊരു വെയിലിന് കുറച്ചൊരു ശമനം എന്ന് പറയാം. അപ്പോൾ ഏട്ടൻ്റെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളതാണ്. മാങ്ങയോ? മാങ്ങ അതിലില്ലട പൊന്നാ.
ആൾക്ക് മാങ്ങ വേണമെന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷെ മാങ്ങ കയ്യിലില്ല. ഓറഞ്ച് വാങ്ങിത്തരാം കേട്ടോ. അച്ഛൻ ഓറഞ്ച് വാങ്ങിയിട്ട് വരും. അച്ഛൻ എന്താ വാങ്ങാൻ പോയേ? അച്ഛൻ എന്ത് വാങ്ങാൻ പോയതാ? അപ്പാപ്പു വാങ്ങിയിട്ട് പോരും. അതാ അച്ഛ അപ്പാപ്പു വാങ്ങാൻ പോയതാ. എന്താ വാങ്ങണേ അച്ഛനവിടുന്ന്? ആപ്പിളോ? വാവയ്ക്കാ? വാവ ഇപ്പൊ തന്നെ ഇതാ ക്ലാസ് വഴി ഇതാ പുറത്ത് പോകുമല്ലോ. അവളിതാ അച്ഛനെ കണ്ടപ്പോൾ ഇതാ പുറത്തേക്ക് ഇങ്ങനെ തലയൊക്കെ ഇട്ടിട്ട് തന്നെ തലമുള്ളിൽ ഇടുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ആവണിക്കുട്ടീനെ അവളുടെ അച്ഛമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ട് നമ്മളിതാ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ നമ്മുടെ എങ്ങടേലൊക്കെ പോകുമ്പോൾ നമ്മളിതുപോലെ ആവണിക്കുട്ടീനെ കൂട്ടാതെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം വെറുതെ നമ്മളിപ്പോൾ അവിടെ പോയിട്ട് ആളെ ആക്കിയിട്ട് നമ്മൾ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയപ്പോഴത്തേന് അവൾ കണ്ടിട്ടുണ്ടായിരുന്നുണ്ട് അവിടുന്ന്. പിന്നെ അവൾ ആ ഗേറ്റിൻ്റെ അവിടുന്ന് നമ്മൾ തിരിച്ച് വരുന്നവരെ കയറിയിട്ടുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം മുഖത്ത് ആ ഒരു വിഷമം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ലോങ് ആട്ടോ നമുക്ക് എക്സാം ഉള്ളത്. മാത്രമല്ല രാവിലെ 7 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ തലേ ദിവസമാണ് പോകുന്നത്. അപ്പോൾ നൈറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സേഫ് നമ്മൾ അവിടെ ഇരിക്കുന്നതായതുകൊണ്ട് നമ്മളിപ്പോൾ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് പോവുകയാണ്. എന്തായാലും നമുക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ, നമുക്ക് എന്തായാലും എക്സാം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അവിടെ അടുത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ സാധനമൊക്കെ വാങ്ങി വന്നതിന് ശേഷം പിന്നെ അവർ വാങ്ങിച്ച സാധനം നമ്മുടെ ആവണിക്കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് അവൾ ഗേറ്റിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ സാധനമൊക്കെ വാങ്ങി തിരിച്ച് വന്നപ്പോഴത്തേനും പിന്നെ അത് നമ്മൾ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അത് കൊണ്ട് ഉള്ളിൽ വയ്ക്കി അമ്മ ഇപ്പം വരാം അച്ഛൻ ഇപ്പം വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പതുക്കെ അവൾ ഉള്ളിൽ പോയ ഗ്യാപ്പ് നോക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വിളിച്ച് നോക്കാം കേട്ടോ ആളെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ വീണ്ടും നമ്മളിതാ പൊക്കോണ്ടിരിക്കുകയാണേ. ഇനി നമുക്ക് പോകാനുള്ളത് നേരെ ഒലവക്കോടാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒലവക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണേ. തന്നെയല്ല നമ്മുടെ ആകാശമൊക്കെ കാണാൻ വേണ്ടി നല്ല തെളിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ആ ഒരു വെയിലൊക്കെ ഒന്ന് താന്ന് നല്ല അടിപൊളിയായിട്ടൊരു വ്യൂ തന്നെയാട്ടോ നമുക്ക് ഇവിടെ നിന്നായാലും. കുറേ നേരം കൊണ്ട് നമുക്ക് ആകാശം ശ്രദ്ധിക്കും. നല്ല ഭംഗിയാട്ടോ ഓരോ സ്ഥലത്തെത്തുമ്പോഴും. ഗൈസ് ഇവിടെ നമ്മൾ നേരെ നമ്മുടെ അടുത്ത വളവ് കയറി നമ്മൾ നേരിതാ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് കയറുന്നൊരു എൻട്രൻസ് തന്നെ കാണുന്നൊരു കാഴ്ചയായിട്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഇത്. ഇനി നമുക്ക് അവിടെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ക്യാഷ് പേ ചെയ്യാനുണ്ട്. അതായത് പേ പാർക്കിംഗ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും പൈസയൊക്കെ അടച്ചതിന് ശേഷം നമുക്ക് വണ്ടി നല്ലൊരു സ്ഥലം നോക്കി പാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു 3 വർഷങ്ങൾക്ക് മുന്നാട്ടോ വന്നിട്ടുള്ളത്. അതായത് 3 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നാട്ടോ ഒലവക്കോട് നിന്നാണ് ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആലപ്പുഴ വെച്ചിട്ട് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 1 മന്തോളം ഉള്ള ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ അതിന് ശേഷം നമ്മളിതാ 3 വർഷത്തിന് ശേഷം വീണ്ടും ഇതാ ഇപ്പോൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ വേണ്ടി പോവാണേ. ഇനി നേരെ പാർക്കിംഗ് സെക്ഷനിലേക്ക് പോവാണേ. വണ്ടിയൊക്കെ നമ്മൾ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ടൈം 5:30 ആയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ വരുമ്പോൾ 5:50 ആവട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് മുന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അതാ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതാ പോയിക്കൊണ്ടിരിക്കട്ടെ. നമുക്ക് പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് ടിക്കറ്റൊക്കെ ഒന്ന് എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. കൗണ്ടറിൽ പോയി നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്കാട്ടോ പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം നമ്മുടെ കണ്ണൂരാണ് എക്സാം സെൻറ്റർ എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കിയെങ്കിലും ഇവിടെ നേരിട്ട് കണ്ണൂരിലേക്കുള്ളത് ഫുള്ള് ബുക്കിംഗ് ആയിട്ടുണ്ടായിരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒലവക്കോട് നിന്ന് നേരെ ഷൊർണൂർ ഇറങ്ങി അവിടെ നിന്ന് നേരിട്ട് കണ്ണൂരുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ടൈമായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതാ ഒട്ടും വൈകാതെ ഒരു കറക്റ്റ് ഷാർപ്പ് ടൈമിൽ നമ്മുടെ ട്രെയിൻ. എന്തായാലും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ട്രെയിനിൽ. എന്നാലും നമുക്കിതാ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതാ സൈഡ് സീറ്റ് തന്നെയാട്ടോ കിട്ടിയിട്ടില്ല. അപ്പോൾ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് ഈ ഒരു നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ്. അപ്പോൾ ഇവിടെ കൂടെ പോകുമ്പോൾ നമുക്ക് കൂടുതലും തെങ്ങ് തോട്ടങ്ങളും അതേപോലെ തന്നെ അതിലുപരി നമുക്ക് ഇതേപോലത്തെ നെൽപ്പാടങ്ങളൊക്കെ ആട്ടോ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത് നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഓരോ നെൽപ്പാടങ്ങളും ഓരോ ഷേപ്പിലും അതേപോലെ തന്നെ ചിലതിലാണെങ്കിൽ നെല്ലൊക്കെ ഇങ്ങനെ പല സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. ചിലതിലൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഞാറൊക്കെ ഇങ്ങനെ പാകി ഇങ്ങനെ മുളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ചിലതൊക്കെയാണെങ്കിൽ ഇതുപോലെ ഉഴുത് മറിച്ചിട്ട് അങ്ങനെ പലതും പല രീതിയിലുള്ള കാഴ്ചകളാട്ടോ. അതേപോലെ തന്നെ
ഇതിൻ്റെ സൈഡൊക്കെ നോക്കി ഓരോ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി കളർഫുൾ ആയിട്ടുള്ള സാരിയൊക്കെ കൊണ്ടിട്ടാട്ടോ മറച്ചിട്ട്. അപ്പോൾ നല്ല രസമുണ്ട് ഈ ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പാലക്കാട് എന്ന് പറയുമ്പോൾ നെല്ലറകളുടെയും കരിമ്പനകളുടെയും ഒക്കെ നാടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചകൾ പിന്നെ കണ്ടില്ലെങ്കിലേ അതിശയമുള്ളൂ അല്ലേ. അതിനെന്താണ് നമ്മളിതാ ഏകദേശം ഒരു 7 മണിയൊക്കെ ആവാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരമൊക്കെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നോക്കി അവിടുത്തെ ഭംഗിക്ക് ഒരു കുറവില്ലാട്ടോ. നല്ല മനോഹരമായിട്ട് തന്നെ എന്താ പറയുക, ഇതൊക്കെ നമുക്ക് അനുഭവിച്ചറിയേണ്ട കാഴ്ചകൾ. മനസ്സിന് സന്തോഷം നൽകുന്ന കുറേ കാഴ്ചകൾ നമുക്കിങ്ങനെ ഓരോ യാത്രകളും കാണാൻ വേണ്ടി പറ്റില്ല. അതുപോലത്തെ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ ഇന്ന് നമുക്ക് എന്തായാലും. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടെന്നല്ലേ. അതേപോലെ നമ്മുടെ ആകാശ കാഴ്ചകളാണെങ്കിൽ പോലും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വീഡിയോസൊക്കെ എടുത്ത് വന്നപ്പോഴത്തേനും ടൈം പോയതേ അറിഞ്ഞില്ല കേട്ടോ. നമ്മുടെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ, ഷൊർണൂർ. അപ്പം നമുക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടോ. ഇനി നമുക്ക് അടുത്ത് നേരെ കണ്ണൂരിലേക്ക്. അത് നമുക്ക് ഓൾറെഡി നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചധികം ടൈം നമ്മൾ എന്തായാലും ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം വേറെ തന്നെ നമ്മുടെ ട്രെയിൻ വരാൻ കുറച്ച് ടൈം എടുക്കും. 9 മണിക്കാട്ടോ. കാരണം ഇപ്പോൾ സമയം ഒരു 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ 9 മണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയും ടൈം കുറേ കിടക്കുമല്ലേ. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ഞാൻ ഇത്രയും അതിരാവിലെ ഒരു PSC എക്സാം എഴുതുന്നത്. അതായത് 7 മണിക്കൊക്കെ. സാധാരണ ഒരു 10 മണി അതേപോലെ തന്നെ 1:30 അങ്ങനെയൊക്കെയുള്ള ടൈമിലാണ് എക്സാം വരാറ്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഇത്രയും രാവിലെ ഒരു എക്സാം വരുന്നത്. അതേപോലെ തന്നെ ഇത്രയും ലോങ് ഒരു സെൻറ്റർ വരുന്നതും ആദ്യമായിട്ട് തന്നെയാണേ. അപ്പം നോക്കിയത് അവിടെ നിന്നൊരു ട്രെയിൻ വരുന്നുണ്ട്. ഹായ് ഡേയ്സ്. അപ്പോൾ ഇതാ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഒരു 1:30 ആയിട്ടോ. എന്തായിരുന്നു നമ്മൾ വന്നൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ കേട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. രക്ഷയില്ലാത്ത തണുത്ത കാറ്റും മഴയൊക്കെ മൊത്തത്തിൽ നല്ലൊരു തണുപ്പായിട്ടുണ്ടേ. പിന്നെ നമ്മളിവിടുന്ന് ലൊക്കേഷൻ നോക്കിയപ്പോൾ ഇവിടുന്ന് അടുത്തായിരുന്നു നമ്മുടെ എക്സാം സെൻറ്ററിലേക്ക്. അതുകൊണ്ട് നമുക്ക് രാവിലെ പോകാൻ പറ്റും. പിന്നെ ഇതാ കാഴ്ച നോക്കി പണ്ടൊക്കെ ഇതേപോലത്തെ ഒരെണ്ണം കാണുമ്പോൾ തന്നെ നമ്മൾ കുറച്ചില്ലെങ്കിൽ അവിടെ നിന്ന് പോകില്ലേ. ഇത് നോക്കി ഒരു ട്രെയിൻ ഫുള്ള് ട്രാക്ടറാട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പുറയിലേക്കുള്ള ഒരു ബോഡിയില്ല, ബാക്കിയുള്ളതായിട്ടുള്ളത്. നോക്കി ഈ ഒരു ട്രെയിൻ ഫുള്ള് തന്നെയാണ്. അതുപോലെ ഒരുപാട് ചരക്ക് ട്രെയിനുകളൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ആവണിക്കുട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ കുഴപ്പമില്ല, എന്നാലും നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ ചെറിയ വിഷമമൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊക്കെ കരയുണ്ടായിരുന്നു. പിന്നെ ഇതാ ആൾ ഉറങ്ങിയിട്ടോ. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഉറങ്ങിയെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം തന്നെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്കിതാ ബാക്കി ബാലൻസ് വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണുന്നത്. ബൈ ബൈ. എല്ലാവരും ടേക്ക് കെയർ. ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുമോ.